CPIM വിട്ട നടി ഉഷ ഹസീന ഇടത് സർക്കാർ സ്ത്രീ വിരുദ്ധ സർക്കാരാണെന്നും ഇനി കോൺഗ്രസിനൊപ്പമെന്നും ഉഷ ഹസീന 24നോട് പറഞ്ഞു. അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ കുട്ടിക്കലാശത്തിൽ ഉഷ ഹസീന പങ്കെടുത്തു. സർക്കാർ നമുക്ക് മുൻപോട്ട് വെച്ചത് മതനിരപേക്ഷതയും സ്ത്രീ സുരക്ഷയും സ്ത്രീപക്ഷവുമാണ്. പക്ഷെ അതൊന്നും പ്രവർത്തിച്ചു വന്നപ്പോൾ ഇതിലൊന്നും ഒരു കഴമ്പുമില്ല, മതനിരപേക്ഷതയുമില്ല, സ്ത്രീ സുരക്ഷയും ഇല്ല എന്നുള്ളത് എനിക്ക് ബോധ്യം. CPMന്റെ പാർട്ടി മെമ്പർ ആയിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. ഇനി ഈ പ്രസ്ഥാനവുമായിട്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത്. അശ്വിൻ പാലയുടെ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല, പുറത്തേക്ക് പോയി. ഉഷ ഹസീന മെമ്പർഷിപ്പ് പുതുക്കിയില്ല, അത് പുറത്തേക്ക് വന്നിരിക്കുന്നു അല്ലേ? അനൂപ്, അങ്ങനെ തന്നെയാണ്. ഏറെ നാളുകളായി, വർഷങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ഏറെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നടിയും സമീപപ്രവർത്തകയും കൂടിയാണ് ഉഷ ഹസീന. മഹിളാ അസോസിയേഷന്റെ അടക്കം ഭാരവാഹിയായിരുന്നു. അപ്പം ബാലസംഘത്തിന്റെ അടക്കം പല ചുമതലകളിലും ഉണ്ടായിരുന്ന ആളുകൂടിയാണ്. ആ ചുമതലകളെല്ലാം ഒഴിഞ്ഞ് ഇത്തവണത്തെ സ്ക്രൂട്ടനിയിൽ മെമ്പർഷിപ്പ് പുതുക്കാതെയാണ് പാർട്ടിക്ക് പുറത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അത് ചില കാരണങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. അത് അമ്മയിലെ മെമ്മറി കാർഡ് വിവാദമടക്കം ഉള്ള പ്രശ്നങ്ങളിൽ സർക്കാരുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിൽ അതിൽ പരാതിക്കാരി എന്ന നിലയിൽ പോലും സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ല. പ്രതിസ്ഥാനത്തുള്ളവരെ പോലും പല ഇതിന്റെയും ചെയർമാൻമാരാക്കി സർക്കാർ വാഴിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. സർക്കാർ സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറി ഇടത് സർക്കാർ എന്നുള്ളതാണ് ആരോപണം. എന്തായാലും പാർട്ടിയിൽ നിന്നും പൂർണ്ണമായ എല്ലാ സ്ഥാനങ്ങളും വിവിധ സംഘടനകളുണ്ടായിരുന്ന ഭാരവാഹിത്വങ്ങളും എല്ലാം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിനൊപ്പം ചേരാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഇന്ന് അവിചാരിതമായിരുന്നു ജി സുധാകരന്റെ കുട്ടിക്കലാശത്തിലേക്ക് KC വേണുഗോപാലിനോടൊപ്പം ഉഷ ഹസീന വേദിയിലേക്ക് എത്തിയത്. എന്തായാലും കോൺഗ്രസിനൊപ്പം പല സംഘടനകളും ചേർന്ന് പ്രവർത്തിക്കാനുള്ള നിലപാടുകൂടി ഇന്നിപ്പോൾ ഉഷ ഹസീന 24നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അനൂപ്, ജി സുധാകരനൊപ്പം ഇനി ഉഷ ഹസീനയും കോൺഗ്രസിന്റെ കൂടി പിടിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ പാലഴി, ആലപ്പുഴയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.